ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഉത്കണ്ഠയും വിഷാദവും എന്ന വിഷയത്തെ പറ്റിയാണ്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉത്കണ്ഠയും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്രഷൻ എന്ന കണ്ടീഷനും. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ സ്വാഭാവികമായി നമുക്ക് ഒഴിവാക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് അതിനെ ചെറുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്താണ് ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ഒരു സമ്മർദ്ദം വന്നാലും സമ്മർദ്ദങ്ങളിൽ നമ്മുടെ ശരീരം എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നേരത്തെ ചെയ്തു വെക്കാനായിട്ട് ചെറിയ രീതിയിലൊരു ആങ്സൈറ്റി ആവശ്യമാണ്. ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുന്നു, അതിൻ്റെ മുന്നേ നമ്മൾ ഇതെല്ലാം ചെയ്തു വെക്കണം. ആ ഒരു ആങ്സൈറ്റി നമുക്ക് ആവശ്യമാണ്, ഉത്കണ്ഠ എന്നുള്ളത്. എന്നാൽ അത് ക്രമാതീതമായി കൂടുകയും പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. ആ ഒരു കാര്യം പ്രശ്നത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനെ അസുഖമായിട്ട് അല്ലെങ്കിൽ അതൊരു ഡിസീസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഉത്കണ്ഠ എന്നുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് പിന്നീട് ഡിപ്രഷനായി മാറുന്നു, വിഷാദമായി മാറുന്നു. അതായത് ഉത്കണ്ഠ വരുമ്പോൾ ഒരു പേഷ്യന്റ് ഒരുപാട് അതിനുവേണ്ടി വർക്ക് ചെയ്യും. എന്ത് കാര്യമാണോ അവർക്ക് കിട്ടാത്തത് അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ ഉള്ളത് കൊണ്ട് തന്നെ നെഞ്ചിരിപ്പും ഏകാഗ്രതക്കുറവും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ശരിയാകുന്നില്ല, വിചാരിച്ച പോലെ അത് സക്സസ് ആവുന്നില്ല. ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് പിന്നീട് അങ്ങോട്ട് വിഷാദമായി മാറുന്നത്. വിഷാദം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, ലോ എനർജി ആവുക, മൂഡ് പോവുക, അല്ലെങ്കിൽ ഗ്ലൂമി ആയിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിൽ വരും. പിന്നീട് അത് മാറി വരാതെ ആ ഒരു അവസ്ഥ, അതായത് ഡിപ്രഷൻ എന്നുള്ള സ്ലൈറ്റ് ഡിപ്രഷൻ ആണെങ്കിൽ തിരിച്ച് വീണ്ടും ജീവിതത്തിലോട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ ചില സമയങ്ങളിൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി അത് നമുക്ക് എപ്പോഴും ഈ ഒരു ലോ എനർജി ഫീലിംഗിൽ നിൽക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായ ഒരു ഡിപ്രഷനിലോട്ട് ആ കേസ് പോകുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം ഈ ഒരു ലക്ഷണങ്ങൾ ഉത്കണ്ഠയുടെയും അതേപോലെ ഡിപ്രഷന്റെയും. ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നെഞ്ചിരിപ്പാണ്. നെഞ്ചിരിപ്പ് ഉണ്ടാവുക, നമുക്ക് വയറിലൊരു അസ്വസ്ഥത, എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്യണം, ഒരു പ്രശ്നം മുന്നിലുണ്ട്, അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഞ്ചിരിപ്പും കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നമുക്കൊരു തലകറക്കം പോലെ, ക്ഷീണം പോലെ, കിടക്കണം എന്നുള്ള തോന്നൽ, വിഷമം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു നെർവസ്നെസ് ആണ് ആ പേഷ്യന്റിൽ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. നല്ല റെസ്റ്റ് എടുത്ത് എഴുന്നേറ്റാൽ പോലും നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നുവെങ്കിൽ അതും ഒരു സിംറ്റമാണ്. ഇതേപോലെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക, അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്നുള്ള തോന്നല്, ഞാൻ ഒരു തല താഴ്ത്തേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് എൻ്റെ എപ്പോഴും ഒരു തോന്നൽ ഉണ്ടാകുക. അതേപോലെ കുറ്റബോധം, ഞാൻ ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ള തോന്നല്, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന തോന്നല്, ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഇതിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞ ഒരു ആങ്സൈറ്റിയുടെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ശരിയാവില്ല എന്ന തോന്നൽ. ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതേപോലെ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇൻട്രസ്റ്റ്. ഇത്രയും കാലം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. പിന്നീട് അങ്ങോട്ട് അത് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഹോപ്പ്ലെസ് ഫീലിംഗ്, നമുക്കൊരു ഹോപ്പില്ല, ഒരു കാര്യത്തിലും ശരിയായി നടക്കും എന്നുള്ള ഹോപ്പ് ഇല്ലാതെ വരുന്നത്. അതേപോലെ എല്ലാ കാര്യത്തിനും ഒരു ആശങ്ക, പേടി, ഉറക്കമില്ലായ്മ, ഉറക്കം കൂടുതൽ, ഇത് രണ്ടും വരാം. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഉറക്കമില്ലായ്മയാവാം, അല്ലെങ്കിൽ ഉറക്കം കൂടുതലാവാം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭക്ഷണം വേണ്ട എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് വിശക്കുന്നു, ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. ഉറക്കം, ഭക്ഷണം എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഇതിനോട് റിലേറ്റ് ചെയ്ത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാക്കി മനസ്സിന്റെ ടെൻഷനും, ഒരു വെപ്രാളം, റെസ്റ്റ്ലെസ്നെസ്, എപ്പോഴും ഒരു കയ്യിനും കാലിനും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ആളുകൾ എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ഒരു കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ കൈ അനക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ ഒരു നെർവസ്നെസ്സിനെ നമ്മുടെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് അറിയാണ്ട് വരുമ്പോൾ ഇവർക്ക് ഒരു കോൺസെൻട്രേഷൻ കുറവും, പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് മനസ്സിലാവാതെയും വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്.
ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കാം ഇതിന് കാരണങ്ങൾ. പ്രധാനമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആണ് ഇതിന് കാരണം. ആ സമ്മർദ്ദം നമുക്ക് ജോലി സ്ഥലത്തു നിന്നാകാം, വീട്ടിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇവര് പണ്ട് മുതലേ ഇവർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് തുറന്നു പറയാൻ പറ്റാതെ ഇരിക്കുന്നതായിരിക്കാം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ ഗട്ടിന്റെ പ്രശ്നം, അതായത് നമ്മുടെ കുടലിന്റെ ആരോഗ്യക്കുറവ്, ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള വയറ് ഇളക്കമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റൂള് ലൂസ് മോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വയറ് ഒട്ടും പോകുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് വയറ്റിന് പോകുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം അവരുടെ മൈൻഡ് ഡള്ളാകാം. ഇതേപോലെ ചെറിയ രീതിയിലുള്ള നെർവസ്നെസ്, എവിടെയും പോകാനുള്ള ഇൻട്രസ്റ്റ് പോവുക, അങ്ങനെ അതിനോട് തുടർന്ന് ഇവർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ഒരു ഇടയുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കൂടുതൽ, എത്ര നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാലും നമുക്ക് ക്ഷീണം പോകുന്നില്ല. ഉറക്കത്തിനോട് ബന്ധപ്പെട്ട കാരണങ്ങളും ഇതേപോലത്തെ സിംറ്റംസ് തന്നെ ഉണ്ടാക്കാറുണ്ട്. ഭക്ഷണത്തിലെ വ്യതിയാനങ്ങളും, ഒബേസിറ്റി അല്ലെങ്കിൽ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളും ഇത് തന്നെ കാണിക്കാറുണ്ട്. അതേപോലെ ഹോർമോണൽ ഇംബാലൻസസ്, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ PCOD കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനോട് പ്യൂബേർട്ടി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ്, മെനപ്പോസ് റിലേറ്റ് ചെയ്ത ഹോർമോണൽ ഇംബാലൻസസ്, ഇതൊക്കെ നമുക്ക് നെർവസ്നെസ്സും പിന്നീട് അങ്ങോട്ട് ഡിപ്രഷനും ഉണ്ടാക്കിയേക്കാം. ഡെഫിഷ്യൻസീസ്, നമുക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി, വൈറ്റമിൻ K, മറ്റുള്ള മിനറൽസ്, ഇതിന്റെയൊക്കെ കുറവുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ള കാരണങ്ങൾ, പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ വിശദീകരിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായി നമുക്ക് എങ്ങനെ ഈ ഒരു പേഷ്യന്റിനെ നിലനിർത്തി പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാതെ ഇരിക്കാം. കാരണം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് തന്നെ അറിയാം. ആദ്യം നെർവസ്നെസ് വരും, പിന്നെ നമുക്ക് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു സക്സസ് ആവാത്ത സമയങ്ങളിൽ ഡിപ്രഷനിലോട്ട് പോകും. പിന്നെ ഡിപ്രഷനിൽ നമുക്ക് ശരിയായിട്ടൊരു ആവശ്യത്തിനുള്ള മെഡിസിൻ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഈവൻ സൂയിസൈഡൽ ടെൻഡൻസിയോ അല്ലെങ്കിൽ ഈവൻ അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷൻസിൽ തന്നെ ഈ ഒരു പേഷ്യന്റിനെ എത്തിപ്പെടാൻ ഇടയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രധാനമായിട്ട് നമ്മുടെ ഉറക്കം കറക്റ്റ് ചെയ്യുകയാണെന്ന് ആദ്യത്തെ ഒരു കാര്യം. ഉറക്കം 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ്, ആവശ്യത്തിനുള്ള റെസ്റ്റ് ഇങ്ങനത്തെ ആളുകൾ കൊടുക്കേണ്ടതാണ്. ഉറക്കം കൂടുതലാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് നോക്കണം. അത് തൈറോയ്ഡ് വ്യതിയാനമാണോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് ആണോ, എന്താണ് നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളത് നോക്കിയിട്ട്, ഹോർമോണൽ ഇംബാലൻസസ് ആണെങ്കിൽ ആവശ്യത്തിന് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് PCOD അങ്ങനത്തെ പ്രോബ്ലം, ഹോർമോണൽ ഇംബാലൻസസ് എങ്ങനെയാണോ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഭക്ഷണക്രമമാണ്. ഭക്ഷണക്രമം, സമീകൃത ആഹാരം കഴിക്കുക, നല്ല പ്രോട്ടീനുകളും നല്ല ഫാറ്റുകളും കാർബോഹൈഡ്രേറ്റും ഒക്കെ എടുക്കുക. മാക്സിമം പ്രോസസ്ഡ് ഫുഡ്സ്, സംസ്കരിച്ച ഫുഡുകളും പുറത്തുനിന്നുള്ള ഫുഡുകളും രാത്രിയുള്ള ഫുഡുകളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഇത് കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ വൈറ്റമിൻ D, വൈറ്റമിൻ K, മിനറൽസ്, അതേപോലെ തന്നെ ഇപ്പം നമുക്ക് വാൾനട്ട്, ഫ്ലാക്സീഡ്, നട്ട്സ് ഒക്കെ ഏറ്റവും നല്ലതാണ്. മുട്ട, പാല്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക അതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമുക്ക് എനർജി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ കാര്യകാരണം തിരക്കി ക്ലിയർ ചെയ്യാൻ നോക്കുക, മനസ്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ആവശ്യമെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് തേടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക. ഡെയിലി നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന പ്രശ്നങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറച്ചു കാലത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ബെറ്ററായി വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇതേപോലെ നമുക്ക് എന്നിട്ടും നമുക്ക് പറഞ്ഞു തീരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം കേൾക്കണമെങ്കിൽ നല്ലൊരു ഫ്രണ്ടിന്റെ അടുത്ത് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല അടുത്ത ഒരു എന്താ പറയുന്ന ഒരു ഇത് എപ്പോഴും നമുക്ക് സപ്പോർട്ടിനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കരകയറാൻ പറ്റും. അങ്ങനെയില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് എക്സർസൈസ് ചെയ്യുക. ആവശ്യത്തിന് ഒരു നമ്മുടെ ശരീരത്തിന് ഒരു മൂവ്മെന്റ്, എക്സർസൈസ് ആയിട്ട് ചെയ്യണമെന്നില്ല, വെറുതെ നടത്തമാവാം, അല്ലെങ്കിൽ യോഗ, ബ്രീത്തിങ് എക്സർസൈസസ്, നമുക്ക് ഇഷ്ടമുള്ള പാഷൻ, നൃത്തമാണെങ്കിൽ നൃത്തം, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് അതിൽ സക്സസ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു
കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് കൂട്ടുക, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കൺഫ്യൂഷൻ മാറ്റിയെടുക്കുക, ഏകാഗ്രത കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, കൂടുതൽ ഏകാഗ്രമായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റൂമുകളിൽ ഇരുന്നിട്ട് നമുക്ക് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ബെറ്റർ ആക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും, പിന്നെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോവുക, പുറത്ത് പോയി സംസാരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക, നടക്കാൻ പോകുമ്പോൾ സംസാരിക്കുക. എപ്പോഴും നമ്മൾ ഉള്ളിലോട്ട് വലിഞ്ഞ് ഉള്ളിലോട്ട് പോവുക, അതായത് ഇൻട്രോവേർട്ടായി മാറുക അല്ലെങ്കിൽ ഗ്ലൂമി ആയി മാറുക, അതൊരിക്കലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. അത് ആവശ്യമെങ്കിൽ മരുന്നെടുത്താണെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നെർവസ്നെസ് കുറയുന്നത് കാണാം. നെർവസ്നെസ് മാത്രമേ ഉള്ളൂ, എനിക്ക് മരുന്ന് കഴിക്കണ്ടയോ എന്നൊരു സംശയം ഒരുപാട് ആൾക്കാരിലുണ്ട്. പക്ഷെ ഒത്തിരി നെർവസ്നെസ് കാണിക്കുന്നുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഏറ്റവും വേഗം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ എൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാനത് ചികിത്സിക്കുന്നത് നമ്മുടെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുത്തായിരിക്കും. പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം, അവർക്ക് അസുഖം വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല. ജസ്റ്റ് നെർവസ്നെസ് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് പിന്നീട് അങ്ങോട്ട് ഓരോ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഇത് ചിലപ്പോൾ കൂടി അത് ഒരു പ്രശ്നമായി മാറിയേക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലോട്ട് പോയേക്കാം. അപ്പൊ അങ്ങനെ ഒത്തിരി നെർവസ്നെസ്സും പ്രശ്നങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നമുക്ക് ഉപകാരമാകുന്നു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്